നമസ്കാരം പ്രിയ PSC കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2017 ചോദിച്ച PSC പേപ്പറിൽ മാത്സിന്റെ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. 2017 കോട്ടയം വയനാട്. നിങ്ങൾക്കറിയാവുന്നത് 2-3 സോണുകളായിട്ടാണ് എക്സാംസ് നടത്തുക. അതിൽ കോട്ടയം വയനാട് സെറ്റിലെ 10 മാത്സിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ട് പലരും നല്ല അഭിപ്രായം പങ്കുവച്ചു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ലോക്ക്ഡൗൺ, ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. അത് ക്രിയേറ്റീവായിട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ല രീതിയിൽ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഡെയിലി ബേസിസ് എല്ലാ മാത്സും ജനറൽ നോളജും പിന്നെ ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് മാറി മാറി പഠിക്കും. മാത്സിനെ സഹായിക്കുന്ന വീഡിയോസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള സബ്ജക്റ്റുകൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതിലൊന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ 672, ബി 336, സി 250, ഡി 51. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അങ്ങനെ 3 നമ്പർ തന്നിട്ടുണ്ട്. ഈ 3 നമ്പർ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് പറയുന്നതിനും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ ലാസാഗുവാണ്. ലാസാഗു അല്ലെങ്കിൽ നമ്മൾ അതിനെ LCM എന്നാണ് ഇംഗ്ലീഷിൽ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഈ ലാസാഗു കണ്ടുപിടിക്കാനൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഞാനിവിടെ പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ 14, 21, 16 തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതാം. എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ട് പൊതുവായിട്ട് പോകുന്ന നമ്പർ കൊണ്ട് ഇതിനെ ഹരിക്കുക. പോവാത്ത നമ്പർ ഉണ്ടെങ്കിൽ അത് അതുപോലെ ഇറക്കി എഴുതാം. ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ 2 നോക്കാം. 14 7 പ്രാവശ്യം അതിന് ഡിവൈഡ് ചെയ്ത് എഴുതി, ഹരിച്ച് എഴുതി. 21 പോവില്ല, 21 അതുപോലെ തന്നെ ഇറക്കി. 16 പോവും, പ്രാവശ്യം പോവും 8 പ്രാവശ്യം പോവും, അപ്പൊ 8. വീണ്ടും നമ്മൾ ഇതിൽ പോകുന്ന നമ്പർ നോക്കി. ഇതിൽ പിന്നെ പോകുന്ന നമ്പർ ഏതാണ്? 7 അല്ലെ? 7 ഇതിൽ 1 പ്രാവശ്യം, ഇതില് 3 പ്രാവശ്യം. 8 പോവില്ല, അപ്പൊ 8 അതുപോലെ. പിന്നെ ഇതിൽ പൊതുവായിട്ട് പോകുന്ന നമ്പറുകളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. വീണ്ടും വീണ്ടും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ എന്താ വരിക? 2 into 7, 14 into 3, 42 into 8, 42 into 8. അപ്പൊ എത്ര കിട്ടിയത് നമുക്ക്? 336. ഇവിടെ ഓപ്ഷനിലുണ്ട്, ആ വാല്യൂ ഉണ്ട്. ഓപ്ഷൻ നമ്പർ ബി 336 ആണ് ഇവിടുത്തെ. അപ്പൊ 336നെ ഇതിലേത് നമ്പർ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനേക്കാളും ചെറിയ നമ്പർ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഹരിക്കാവുന്ന, അതായത് നിശേഷം ഹരിക്കാവുന്ന വേറൊരു നമ്പർ നമുക്ക് ഇതിനേക്കാളും ചെറുത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ അത് അതിന്റെ ലാസാഗുവാണ്, അല്ലെങ്കിൽ LCM ആണ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലുള്ള പ്രോബ്ലം ഏത് വന്നാലും നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 5 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ
ഗുണിച്ചാൽ 1 കിട്ടും. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും, അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഏത് സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 1 കിട്ടുക? 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്കപ്പോ 1 കിട്ടണം? അപ്പൊ ഇതിനെ ഏതുകൊണ്ട് ഗുണിക്കണം? 1/2. ഇതിനെ നമ്മള് വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ റെസിപ്രോക്കൽ എന്നാണ് പറയുന്നത്. ഒരു നമ്പറിനെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് അതിനെ നമ്മള് ഗുണിച്ചു കഴിഞ്ഞാൽ, വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് 4 ആണെങ്കിൽ × 1/4 = 1. ഇനിയിപ്പോ ഇവിടെ 1/5 ആണെങ്കിലോ ഇതിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? തലതിരിച്ചിടുക, അത്രേ ഉള്ളൂ. 5/1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2/3 ആണെങ്കിലോ × 3/2 കൊണ്ട് ചെയ്താൽ നമുക്ക് 1 കിട്ടും. മനസ്സിലായോ? ഏത് നമ്പറിനെയും അതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ, മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ, അപ്പൊ നമുക്ക് 1 കിട്ടും. അതാണ്. അപ്പൊ ഇവിടെ എന്താ പറയാ, ഭിന്നസംഖ്യ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഭിന്നസംഖ്യ ആവുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നോക്കി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 5/4/3, B 4/15, C 23/4, D 4/23. അപ്പൊ ആദ്യം ഈ ഭിന്നസംഖ്യയിൽ തന്നിരിക്കുന്ന ഈ നമ്പറിനെ നമുക്ക് എന്താ പറയാ, ഭിന്നസംഖ്യ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. അതിനെ നമുക്ക് സാധാരണ ഭിന്നസംഖ്യയായിട്ട് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യാം? ഇതിങ്ങനെ മാറ്റാൻ എന്ത് ചെയ്യാം? 4 × 5, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ വില എന്ന് പറയുന്നത് 4 × 5 + 3 ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് സാധാരണ ഒരു ഭിന്നസംഖ്യയിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ 4 ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മള് 4 × 5 ചെയ്യണം. പ്ലസിനേക്കാളും മുമ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇപ്പോഴത് ചെയ്യാനുള്ള ഓർഡർ എന്ന് പറയുന്നത് ബോർഡ് മാസ് എന്നാണ് സാധാരണ നമ്മൾ ഓർത്തു വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദം. ബോർഡ് മാസ്. എന്താണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റ്. പിന്നെ ഇവിടെ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഡിവിഷൻ ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. പിന്നെ അഡിഷൻ ചെയ്യണം. പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ ഓഫ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ പറയുന്ന പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം ചെയ്യണം. പിന്നെ ഹരണം ചെയ്യണം, ഗുണനം ചെയ്യണം, കൂട്ടല്, കുറയ്ക്കല്. ഇങ്ങനെ ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയാലും പ്ലസ് മൈനസ് ബ്രാക്കറ്റ് ഡിവിഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇവിടെ വരുമ്പോൾ പലപ്പോഴും നമ്മളിവിടെ ഇൻഡിവിജ്വൽ കൂട്ടി വിചാരിക്കും. അപ്പൊ ശരിക്കും കിട്ടുന്നത് എന്താണ്? 4 × 5 20 + 3 23/4 വരുന്നത്. 5/3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മള് ഭിന്നസംഖ്യയിലേക്ക് മാറ്റുമ്പോൾ 23/4 എന്നാണ്. ഇവിടെ ഇതാണ് ചെയ്തെങ്കിലോ 5 + 3 വെട്ടായി, 4 × 8 32. നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. അപ്പൊ അത് ശ്രദ്ധിക്കാനായിട്ട് ചെയ്യുമ്പോൾ ഈ ഓർഡർ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 23/4 ആണ്. അപ്പൊ ഇതിന്റെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 1 കിട്ടുക? 23/4 അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ 23/4 നമ്മൾ എന്ത് എഴുതണം? 4/23 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡി ആണ്, 4/23. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടി. 6% ലാഭം കിട്ടി. എങ്കിൽ കുടയുടെ വിറ്റ വില എത്ര? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ 150, ബി 159, സി 141, ഡി 156. ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടി. ഇവിടെ വാങ്ങിയ വില നമുക്ക് തന്നിട്ടില്ല. അപ്പൊ മാത്സില് ഒരുവിധം എല്ലാ പ്രോബ്ലംസും ചെയ്യുമ്പോൾ തരാത്തതിന് നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ വാങ്ങിയ വില എക്സ് എന്ന് വിചാരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ലാഭം എത്രയാണ്? 6% ലാഭം ആണ് എന്ത്? 9 രൂപ എന്ന് പറയുന്നത്. 6% ലാഭം കിട്ടാനായിട്ട് എക്സ് ഈ വാങ്ങിയ വിലയുടെ കൂടെ 9 രൂപയാണ് അവര് കൂട്ടിവെച്ചത്. അപ്പോ ഇതിന്റെ എപ്പോഴും ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ പുറത്താണ്. മനസ്സിലായോ? അത് ശ്രദ്ധിക്കുക. ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുക വാങ്ങിയ വിലയുടെ പുറത്താണ്. നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ 10 രൂപയുടെ ഒരു പേന വാങ്ങിച്ചു, ഞാനത് 12 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭം 2 രൂപ. 10 രൂപയ്ക്ക് വാങ്ങിച്ച് 2 രൂപ ലാഭത്തിന് വിറ്റപ്പോൾ അത് 12 രൂപയായി അതിന്റെ വിറ്റ വില. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നമ്മൾ കണക്കാക്കുക എപ്പോഴും വാങ്ങിയ വിലയുടെ പുറത്താണ്. ഇംഗ്ലീഷിൽ ഇതിനെ CP കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. അപ്പൊ ഇവിടെ വാങ്ങിയ വില തരാത്തതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്ന് വിചാരിച്ചു. എക്സിന്റെ 6% ലാഭം. ശതമാനം എപ്പോഴും എന്താണ്? 6% എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത് എന്താ? 6/100 എന്നാണ്. എന്തിന്റെ ശതമാനം? അപ്പൊ 5% എന്ന് പറഞ്ഞാൽ 5/100 അതായത് 100ന്റെ 5 ഭാഗം എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴും ശതമാനം എന്ന് പറഞ്ഞാൽ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/100, 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/100. മനസ്സിലായോ? അപ്പൊ ഇവിടെ എക്സിന്റെ 6% ഉണ്ടോ? 9 രൂപയാണ് ലാഭം. 6% ലാഭം കിട്ടണമെങ്കിൽ അവർ 9 രൂപ കൂട്ടി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 രൂപ ലാഭം കിട്ടി എന്നാണ് അർത്ഥം. എക്സിന്റെ 6% അപ്പോ 9 ആയി. അപ്പൊ എക്സ് ഈക്വൽ എന്ത് വന്നു? 9. ഈ 100 ഇവിടെ അടിയിലുള്ളത് ക്രോസ് ചെയ്യുമ്പോൾ അത് മുകളിലുള്ളത് അടിയിലേക്ക്. 100 മുകളിലേക്ക് പോയി, 6 അടിയിലേക്ക്. 6ന്റെ പകുതി 3, ഇതിന്റെ പകുതി 50. 3 9 3 പ്രാവശ്യം. അപ്പൊ 3 × 50 150. എക്സ് ഈക്വൽ ടു 150. വലിയ ഉത്തരം 150 ആണോ? അങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. എങ്കിൽ കുടയുടെ വിറ്റ വില എത്രയാണ്? നമ്മൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വിലയാണെന്ന് വിചാരിച്ചേ. അപ്പൊ വാങ്ങിയ വിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വിറ്റ വില എന്താ വരിക? വിറ്റ വില സമം എന്താ വരിക? വിറ്റ വില വാങ്ങിയ വില പ്ലസ് ലാഭം. എപ്പോഴും വിറ്റ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാങ്ങിയ വില പ്ലസ് ലാഭം. അല്ലെങ്കിൽ നഷ്ടത്തിന്റെ കച്ചവടമാണെങ്കിൽ വാങ്ങിയ വില മൈനസ് നഷ്ടം. ഇതാണ് വിറ്റ വിലയുടെ ഫോർമുല. അത് ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഷോർട്ടായിട്ട് പഠിക്കാം. വിറ്റ വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുക. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വിലയ്ക്ക് CP പ്ലസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ CP മൈനസ് ലോസിന് L എന്നാണ് പറയുന്നത്. ഇങ്ങനെ പഠിക്കാം. ഷോർട്ടായിട്ട് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് പഠിക്കാം. അത് ഇംഗ്ലീഷിൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുക.
പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോർമുല എഴുതണമെന്നൊന്നുമില്ല. ഫോർമുലയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഇതുപോലെ വിചാരിക്കുന്നപ്പോൾ മനസ്സിലുണ്ടായാൽ മതി. വേഗം അത് സ്റ്റെപ്പ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. അപ്പോഴാണ് വേഗം ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ വിറ്റ വിലയാണ് ചോദിച്ചിരിക്കണം. അപ്പൊ വാങ്ങിയ വില നമുക്ക് 150 കിട്ടി. 150ന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? ലാഭം ആഡ് ചെയ്യണുണ്ട്. അപ്പൊ എത്രയാ? 9 രൂപ കൂട്ടി കിട്ടുമ്പോഴാണ് ലാഭം കിട്ടും. അപ്പൊ 159 രൂപയാണ് കിട്ടുന്നത്. 159 എവിടെയാണ്? ഓപ്ഷൻ നമ്പർ ബി. ബി ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ത്രീ ഈസ് ടു ആയാൽ ആകെ കുട്ടികളുടെ എണ്ണം ആകാൻ സാധ്യതയില്ലാത്തത് ഓപ്ഷൻസ് എ 45, ബി 60, സി 62, ഡി 85. ഇവിടെ ചോദ്യം സാധ്യതയില്ലാത്തത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെയ്യരുത്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കണം. അപ്പൊ ഇവിടെ 3:2. അപ്പൊ നമുക്കറിയാം ഈ റേഷ്യോ, അംശബന്ധത്തിന്റെ കണക്കുകൾ. 3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടോട്ടല് ഇപ്പൊ ഇവിടെ മൊത്തം ക്ലാസ്സിലുള്ള സ്ട്രെങ്തിനെ, മൊത്തം ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ എത്ര ഭാഗമാക്കി മാറ്റുന്നു? 5 ഭാഗമാക്കി മാറ്റുന്നു. 3+2 ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പൊ 5 ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ആ 5 ഭാഗത്തിൽ 3 ഭാഗം പെൺകുട്ടികളും 2 ഭാഗം ആൺകുട്ടികളും എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ മൊത്തത്തിലുള്ളതിനെ 5 പോർഷൻ ആക്കണം. ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ആയതുകൊണ്ട് നമുക്ക് കഷ്ണം വെട്ടി പങ്കുവയ്ക്കാനൊന്നും പറ്റില്ല. അത് മുഴുവൻ സംഖ്യ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 5 ഭാഗമാക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഇതില് നമുക്ക് എന്തുണ്ട്? കുട്ടികളുടെ ടോട്ടൽ ആവാനായിട്ട്, ആകെ കുട്ടികളുടെ എണ്ണം ആവാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 45നെ 5 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. 45/5 എത്രയാ? 9. 60/5 എത്രയാ? 12. 62നെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? ഇല്ല. അതിനുശേഷം ഹരിക്കാൻ പറ്റില്ല. 85നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 5 അവസാനം 0 അവസാനമൊക്കെ വരുന്ന നമ്പറുകളെ 0, 5 അവസാനം വരുന്ന നമ്പറുകളെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റും. ആദ്യം 5 ഭാഗമാക്കി അത് 3 ഭാഗം 2 ഭാഗം അങ്ങനെ തരംതിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ പറ്റാത്ത നമ്പർ ഇതാണ്. 5 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നമ്പർ ഇതാണ്. ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി 62 എന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് സാധ്യത ആവുന്നതാണ് നമുക്കറിയാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓപ്ഷനിൽ നമ്മൾ നോക്കണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 നമ്പേഴ്സ് ഉണ്ട്. പറ്റാത്ത നമ്പറാണ് എന്ത്? സാധ്യതയില്ലാത്തത്. അതായത് 5 ഭാഗമാക്കാൻ പറ്റാത്തതിനെ നമുക്ക് ഇതുപോലെ ഈ അംശബന്ധത്തില് വേർതിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട്
മനസ്സിലായല്ലോ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 20 സംഖ്യകളുടെ ശരാശരി 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ്. എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര? ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ എ 25.5, ഓപ്ഷൻ ബി 20.5, ഓപ്ഷൻ സി 13, ഡി 7. അപ്പൊ 20 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്, 12 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്, ബാക്കി സംഖ്യകൾ 20 നിന്ന് 12 പോയാൽ ബാക്കി 8 സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ തുക ബൈ എത്ര എണ്ണം ഉണ്ടോ അത്, തുക ബൈ എണ്ണം. അപ്പൊ തുക എന്ന് പറയുന്നത് എന്തായിട്ട് വരും? തുക ശരാശരി ഇൻറ്റു എണ്ണം. അപ്പൊ ഇവിടെ 20 സംഖ്യകളുടെ തുക ഇവിടെ നമ്മൾ എത്തുന്നുണ്ട്. ആദ്യത്തെ 20 സംഖ്യകളുടെ തുക ശരാശരി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുക നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ 20 സംഖ്യകളുടെ തുക എന്താണ്? 20 സംഖ്യകളുടെ ശരാശരി എത്രയാ? 15. 20 സംഖ്യകൾ എന്ന് പറയുമ്പോ എത്ര ഉണ്ട്? 20 ആണ്. അപ്പൊ ഇവിടെ 15 × 2 30, ഒരു 0 ചേർത്താൽ 300. പിന്നെ അവർ തന്നിട്ടുണ്ട് 12 സംഖ്യകളുടെ തുക ശരാശരി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുക നമുക്ക് കണ്ടുപിടിക്കാം. 12 സംഖ്യകളുടെ തുക. അപ്പൊ 12 സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അതിന്റെ ശരാശരി 8 ഇൻറ്റു 12. അപ്പൊ 8 16, 96 ആണ് അതിന്റെ കിട്ടിയത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുമല്ല, ബാക്കി വരുന്നത് 20 നിന്ന് 12 സംഖ്യയുടെ ശരാശരി, ബാക്കി സംഖ്യയുടെ ശരാശരിയാണ് കണ്ടത്. അപ്പൊ ബാക്കി എത്രയാണ്? 8 സംഖ്യകളുടെ തുക കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 സംഖ്യകളുടെ തുക എന്താ വരിക? 20 സംഖ്യകളുടെ തുകയിൽ നിന്ന് 12 സംഖ്യകളുടെ തുക കുറച്ചിട്ട് ബാക്കി 8 സംഖ്യകളുടെ തുക കിട്ടും. ഇവിടെ 300 മൈനസ് 96, 300 നിന്ന് 96 കുറയ്ക്കും. ഇവിടെ 4 0 2 204. ചോദ്യം അതല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരാശരിയാണ്. ശരാശരി എന്താ വരിക? നമ്മളിവിടെ ഓൾറെഡി ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരാശരി എന്താ? തുക. തുക കിട്ടി എത്രയാ? 204 ബൈ എണ്ണം. 8 8 എത്ര? 20 2 പ്രാവശ്യം അല്ലേ? അങ്ങനെ ചെയ്യാൻ അറിയാത്തവര് സാധാരണ ചെയ്യണ പോലെ ചെയ്യും. വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. 8 16, 6 10 4, 44 5, 7 4, 4 0. ഉത്തരം കിട്ടി 25.5. 25.5 ആണ് ഉത്തരം. അതിവിടെ ഓപ്ഷൻ 2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ശരാശരിയുടെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബേസിക് ഫോർമുലയൊക്കെ സെയിം ആണ്. നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്താൽ മതി. ശരാശരിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ നീട്ടി പിടിച്ച് സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഇടപെടാതെ അങ്ങനെ ചെയ്യാം. അതായത് 20 സംഖ്യകളുടെ തുക നമ്മുടെ മനസ്സിൽ 300, 12, 96 കുറച്ച് 204 ബൈ 8 എഴുതുന്നു. ആൻസർ 10 സെക്കൻഡിനുള്ളിൽ ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ ചോദ്യം -1 raised to 25.
-1 ഘാതം 25, -1 ഘാതം 50, -1 ഘാതം 20 divided by 1 ഘാതം 0 is equal to what? സമം എന്ത്? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യുക? ഒരു കാര്യം നമുക്കറിയാം, ഒന്നിന്റെ പവർ എത്ര വന്നാൽ, ഒന്നിന്റെ പവർ 1/1 എന്ന് വന്നാൽ 1 ഘാതം 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ പവറിൽ 2 വന്നാലും ഒന്നാണ്. 1 ഘാതം 3 എന്ന് പറഞ്ഞാലും ഒന്നാണ്. 1 ഘാതം 100 എന്ന് പറഞ്ഞാലും ഒന്നാണ്, അല്ലെ? ഒന്നിന്റെ ഘാതം ഏത് വന്നാലും, അതായത് ഒന്നിനെ എത്ര പ്രാവശ്യം നമ്മൾ ഗുണിച്ചാലും ആൻസർ 1 തന്നെ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ -1 വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരുമോ? -1 ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ -1 ഘാതം 1 വന്നു. അപ്പൊ ഇവിടെ -1 ഘാതം 2 വന്നു. അപ്പൊ -1 ഇൻറ്റു -1 വരും. അപ്പൊ അത് പോസിറ്റീവ് 1 ആയിട്ട് മാറും. -1 ഘാതം 3, -1 ഇൻറ്റു -1 ഇൻറ്റു -1. മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, അപ്പൊ മൈനസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. നമുക്ക് 50, 25 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. -1ന്റെ പവറില്, വർഗത്തില് എന്ത് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ, അതായത് ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഉത്തരം -1 ആയിരിക്കും. -1 ഘാതം ഇരട്ട സംഖ്യ, ഈവൺ നമ്പർ ആണ് വരുന്നതെങ്കിൽ, ഇരട്ടയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഉത്തരം +1 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഏത് വന്നാലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉത്തരം എഴുതാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നിങ്ങൾ പെട്ടിയിൽ ഇട്ട് വയ്ക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലക്കകത്ത് പെട്ടിയിലേക്ക് കയറ്റിയിടുക. ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ 1ന്റെ ഘാതം 0ന്റെ വില എന്ത് എന്നുള്ളതാണ്. അത് ശരിക്കും 8ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ പഠിക്കുന്നതാണ്. ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയും. ഇപ്പോ a ഘാതം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 1 ആണ്. എന്ന് പറഞ്ഞാൽ ഘാതം 0 ഏത് നമ്പറിന്റെ ആയാലും, 100 ഘാതം 0 എന്ന് പറഞ്ഞാലും 1 ആണ്. -18 ഘാതം 0 എന്ന് പറഞ്ഞാലും 1 ആണ്. 1000 ഘാതം 0 എന്ന് പറഞ്ഞാലും 1 ആണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ വർഗത്തിൽ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതിന്റെ ഉത്തരം 1 ആണ്. ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. a⁻0 = 1. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി, അത് എനി നമ്പർ, ഏത് നമ്പർ വേണമെങ്കിലും ആവാം. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകണം. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് പോലും ഈ ഉത്തരം എഴുതാനായിട്ട് ആവശ്യം വരില്ല. അപ്പൊ -1 ഇവിടെ നോക്കിയേ, ഇത് 25 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ അതിന്റെ ഉത്തരം -1 ആണ്. ഇവിടെ ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതിന്റെ ഉത്തരം +1 ആണ്. ഇവിടെ ഇടയിലുള്ള ചിഹ്നം അതുപോലെ ഇടും മൈനസ്. ഇവിടെയും എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതിന്റെ ഉത്തരം +1. ഈ മൈനസ് ഇടയിൽ കിടക്കുന്ന മൈനസ് ആണ്. ഈ മൈനസ് പോയിട്ട് ഇവിടെ 1 വന്നു. മനസ്സിലായല്ലോ? ഡിവൈഡഡ് ബൈ 1 ഘാതം 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവും 1 ആണ്. ഇവിടെ ഒരു -1ഉം ഒരു +1ഉം ക്യാൻസൽ ചെയ്ത് പോയി, അല്ലെ? നമുക്ക് അതിനെ വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? -1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ? എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓപ്ഷൻ പറഞ്ഞില്ല. അത് -1, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയൊന്നുമല്ല. ഇവിടെ ഉത്തരം നമുക്ക് അത് തന്നെയാണ്, a തന്നെ കിട്ടി, -1. മനസ്സിലായല്ലോ? ഇത് വളരെ ഈ രണ്ട് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അധികം സമയമെടുക്കില്ല, വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഓർമ്മിച്ചു വെക്കുക, -1ന്റെ വർഗത്തില് ഓട് വരുമ്പോൾ അത് നെഗറ്റീവ് ഒന്നും, ഇരട്ട സംഖ്യ വരുമ്പോൾ അത് പോസിറ്റീവ് ആണ്. പിന്നെ ഏത് നമ്പർ ആയാലും അതിന്റെ ഘാതം 0 ആണെങ്കിൽ, വർഗത്തിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
1 ആണ് അതിന്റെ ഉത്തരം. ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടും. ഇനി അടുത്തത് ഏഴാമത്തേത്, ഒരു ക്യൂബിന്റെ വക്കിന് 6 സെന്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര? ക്യൂബിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ക്യൂബിന്റെ ഉയരവും നീളവും വീതിയും തുല്യമായിരിക്കും. മനസ്സിലായോ? നീളവും വീതിയും ഉയരവും തുല്യമായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യൂബ് എന്ന് വിളിക്കുക. ക്യൂബിന്റെ വ്യാപ്തത്തിന്റെ ഫോർമുലൊക്കെ നേരിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യനാണ്. ക്യൂബിന്റെ വ്യാപ്തം എന്താണ്? ക്യൂബിന്റെ വ്യാപ്തം വശം ഇൻറ്റു വശം ഇൻറ്റു, ശരിക്കും വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരാണ്. അപ്പൊ ഇവിടെ ക്യൂബിന്റെ 3 തുല്യമായതുകൊണ്ട് നമുക്ക് വശം ഇൻറ്റു വശം ഇൻറ്റു വശം എന്ന് പറയണം. വശത്തിന് നമ്മൾ ഏതൊക്കെ പഠിക്കുകയാണെങ്കിൽ a³ എന്ന് എഴുതുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്? 6 ആണ് പറയുന്നത്. അപ്പൊ 6 ക്യൂബ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയില് ക്യൂബ് നമ്മൾ പഠിക്കാൻ പാടില്ലായിരുന്നു, 12, 11 വരെയുള്ള ക്യൂബ്. അപ്പൊ 6 ക്യൂബിന്റെ ഉത്തരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതിന് എഴുതാം. എത്രയാണ്? 216. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 18, 36, 216, 256 എന്നൊക്കെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഘന സെന്റിമീറ്റർ. ഇവിടെ സെന്റിമീറ്ററിലായതുകൊണ്ട് ഘന സെന്റിമീറ്റർ. അതേസമയം അത് മീറ്ററിലാണെങ്കിൽ ഘനമീറ്റർ. ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഇത് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതും. മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് എഴുതും. മനസ്സിലായല്ലോ? വളരെ എന്താ പറയാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു, വളരെ വളരെ എളുപ്പമുള്ള. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായ 3 ഒറ്റസംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ എത്ര? അപ്പൊ ഇത് പഠിക്കുമ്പോ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കണം. ഈ ഒറ്റ സംഖ്യകൾക്ക് പകരം ഇരട്ട സംഖ്യകൾ വരാം, അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് വരാം. അപ്പൊ ഏത് വന്നാലും ചെയ്യാവുന്ന കൺസെപ്റ്റ് നമ്മൾ ഇതിവിടെ ചെയ്തിരിക്കും. നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് നോക്കിയേ, 1, 2, 3 ഇങ്ങനെ. ഇതിനെയാണ് നമ്മൾ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്നൊക്കെ പറയുന്നത്. 1, 2, 3 ആണെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ തുക എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്ക്, ഇതിനെ ഞാൻ ഏറ്റവും ചെറുതിന്, അപ്പൊ നമ്മൾ ചെറിയ സംഖ്യ എപ്പോഴും എക്സ് ആണെന്ന് വിചാരിക്കും. ചെറിയ സംഖ്യയാണ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് 1ന്റെ അവിടെ എക്സ് കൊടുത്തു. ഈ 2 കിട്ടണമെങ്കിൽ 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പൊ x+1. വീണ്ടും 2ന്റെ കൂടെ 1 കൂട്ടുക. എന്തൊന്നു? x+1ന്റെ കൂടെ 1 കൂട്ടുമ്പോ x+2 ഉണ്ടാവും. അപ്പോ എണ്ണൽ സംഖ്യകളാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ 3 സംഖ്യകളെ നമ്മൾ x+1, x+2 എന്ന് വിചാരിക്കണം. ഇനി ഇത് നമ്മൾ ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഒറ്റ സംഖ്യകൾ ഈവൻ ഓഡ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കും. 1, 3, 5 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഇതിന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താ വരിക? എക്സിന്റെ കൂടെ എത്ര ചേർക്കണം? 2 ചേർക്കണം. അപ്പൊ x+2. വീണ്ടും ഇതിന്റെ കൂടെ 2 ചേർത്താലാണ്, 3ന്റെ കൂടെ 2 ചേർത്താലാണ് 5 കിട്ടുക. അപ്പൊ വീണ്ടും x+2ന്റെ കൂടെ 2 വരുമ്പോ x+4. ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് എഴുതി പോകാനായിട്ട് പറ്റും. 4 ആണെങ്കിൽ വീണ്ടും എന്ത് വരും? x+6. ഇവിടെ നാലാമത്തെ എന്താ വരിക? x+, ഇതിന്റെ കൂടെ 1 ആണ് വീണ്ടും ചേരുക, x+. മനസ്സിലായോ? ഇനി നമുക്ക് ഇതുപോലെ ഇരട്ട സംഖ്യകൾ 2, 4, 6. ഇത് എക്സ് എന്ന് വിചാരിച്ചു. അപ്പോ 2ന്റെ കൂടെ എന്താ ചേർക്കണം? 2 ചേർത്താൽ 4 ആയി.
എക്സ് പ്ലസ് ടു. വീണ്ടും 2 ചേർത്താൽ 6 ആയി. അപ്പൊ എക്സ് പ്ലസ് ടുവിന്റെ കൂടെ വീണ്ടും ചേർക്കുമ്പോൾ എക്സ് പ്ലസ് 4. ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, ഇരട്ട സംഖ്യ. അപ്പൊ ഇരട്ട സംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും സെയിം കൺസെപ്റ്റ് ആണ്, സെയിം ഫോർമുലയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അതേസമയം എണ്ണൽ സംഖ്യകൾ, നിസ്സർഗ സംഖ്യകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഫോർമാറ്റാണ് ഫോളോ ചെയ്യുക. അപ്പൊ അത് നിങ്ങളൊന്നിങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ചെറിയ നിസ്സർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. അത് എക്സ് ചെറിയ സംഖ്യ ആകുമ്പോൾ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2 ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം എടുക്കും. അതേസമയം സർഗസംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്നൊക്കെ പറയും. ഇവിടെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കണം, ഏതെങ്കിലും എണ്ണൽ സംഖ്യ പോരാ, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ ഇരട്ട സംഖ്യകൾ. മനസ്സിലായോ? അപ്പൊ ഒറ്റ സംഖ്യകളാണെങ്കിലോ എക്സ് പിന്നെ 2 കൂടി പോകുന്നത് 4 ഇങ്ങനെ. ഇരട്ട സംഖ്യകളാണെങ്കിലും അതേ കൺസെപ്റ്റ് തന്നെയാണ്, അതേ നമ്പറുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ചെറുതിന് എക്സ് കൊടുക്കും, രണ്ടാമത്തത് എക്സ് പ്ലസ് 2. ഇതിങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര പദങ്ങൾ നമുക്ക് എഴുതി പോകാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലകേതപ്പെട്ടിയിലേക്ക് തലച്ചോറിലേക്ക് കയറിയിട്ടു. ഇത് ഇങ്ങനെ മാറി മാറി ഏതെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നേരെ നമുക്ക് എളുപ്പം നമുക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നേരെ മൂന്നെണ്ണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ്, രണ്ടാമത്തേത് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4. മൂന്നെണ്ണായി, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ. ഇതാണ് ഇതിൽ ഏറ്റവും ചെറുത്. അതിന്റെ തുക എത്രയാണ്? 279. എക്സ് 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 3 പ്രാവശ്യം എക്സ് കൂട്ടുമ്പോ 3x. 2 പ്ലസ് 4 6 ഈക്വൽ ടു 279. അപ്പൊ 3x പ്ലസ് 6 സമം 279. അപ്പൊ 3x എന്ന് പറയുന്നത് 279. ഈ പ്ലസ് 6 അങ്ങോട്ട് പോകുമ്പോ മൈനസ് 6 ആയി. അപ്പൊ 273 ആയി. 3x ഈക്വൽ ടു 273. അപ്പൊ x ഈക്വൽ ടു എന്ത് വന്നു? 273/3 വന്നു. 3 27 9 പ്രാവശ്യം, 3 1 പ്രാവശ്യം. ഉത്തരം എന്ത് കിട്ടി? 91. നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 93, എ എന്ന് പറയുന്നത് 93 ആണ്, ബി എന്ന് പറയുന്നത് 87 ആണ്, സി എന്ന് പറയുന്നത് 89 ആണ്, ഡി എന്ന് പറയുന്നത് 91 ആണ്. അപ്പോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. ഈ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇതൊന്നും എഴുതി നോക്കേണ്ട ആവശ്യം പോലില്ല. 3 കൂടുമ്പോൾ 3x ആണ്, 2 4 6 ആണ്, 6 270, അത് കൊടുത്ത് 273/3 എന്ന് പറയുമ്പോൾ 90 ആണ്. ഉണ്ടോ? ഒരു 4 കൂട്ടൽ നമ്മുടെ മനസ്സിൽ കൂട്ടുമ്പോഴേക്കും ഉത്തരം റെഡി. ഇനി അടുത്ത ചോദ്യം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 17% ഒരു സംഖ്യയുടെ 17% 85 ആയാൽ ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ തന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം, തരാത്തവർക്കാരാ? എക്സിന്റെ എക്സ് ആണ്. അതിനകത്ത് എല്ലാവരും എക്സ് ആണ്. അപ്പൊ എക്സിന്റെ 17% എന്ന് പറയുന്നത് എന്താണ്? 17/100 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയുന്നുണ്ട്? 85 ഉണ്ടോ? അപ്പൊ എക്സ് എത്രയാണ്? 85 അവിടെ ഉണ്ട്. അവിടെ കിടന്നുണ്ട്. 100 കൊണ്ടുപോകുമ്പോ അടിയിലുള്ളവർക്ക് മുകളിലേക്ക് പോകും, മുകളിലുള്ള ആൾക്കാരെ അടിയിൽ. ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണമാവും, ഗുണിക്കുക എന്നുള്ളത് ഹരിക്കണം. അപ്പൊ ഇവിടെ 17 5 പ്രാവശ്യം പോവും. ഉത്തരം എത്ര കിട്ടി? 500. ഇവിടെ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. എ 850, ബി 500, സി 100, ഡി 350. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. സംഖ്യ എത്രയാ? 5. കണ്ടോ? വളരെ സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇതിപ്പോ നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കൺസെപ്റ്റ് ഇത് ശതമാനത്തിന്റെ കൺസെപ്റ്റ് മാത്രമാണ്. 17% എന്ന് പറഞ്ഞാൽ എന്താണ്? 17/100. നമുക്ക് ഒറ്റ ഇതൊന്നും എഴുതാതെ നമുക്ക് എന്ത് ചെയ്യാം? 85 ഉത്തരം. അതിന്റെ എക്സിന്റെ 17/100. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ 100/17 17 ഇതിൽ 5 പ്രാവശ്യം 500. അപ്പൊ ഓൾറെഡി നമ്മൾ ടിക്ക് ചെയ്തു. കണ്ടോ? വിതിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് 9. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു തീവണ്ടിയുടെ വേഗത 8 km/മണിക്കൂർ ആണെങ്കിൽ 8 km/മണിക്കൂർ ആണെങ്കിൽ ആ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? വേഗതയായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അതിനെ ബേസിക് ആയിട്ട് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം. ഇത് ഷോർട്ടായിട്ട് എസ് ഈക്വൽ ടു ഡി ബൈ ടി ഇങ്ങനെ പഠിച്ചിട്ടാണ്. എസ് ഈക്വൽ ടു ഡി ബൈ ടി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അല്ലെങ്കിൽ മലയാളത്തിൽ പഠിച്ചിരിക്കണമെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. പിന്നെ നമുക്ക് ഇതിൽ ഏതാണ് നമുക്ക് ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ദൂരമാണ്. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വേഗത ഇൻറ്റു സമയം. ഉണ്ടോ? ഈ ഫോർമുല നമ്മളിവിടെ നിർത്തി. ഏതെങ്കിലും ചെയ്യാം. ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. ശരിക്കും ഫോർമുല അറിയുന്നവരാണെങ്കിൽ രണ്ടും എഴുതേണ്ടത് നേരെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ എന്താണ്? തീവണ്ടിയുടെ വേഗത എന്നുണ്ട്. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേഗത ഇൻറ്റു സമയമാണെന്ന് മനസ്സിലുള്ള കുട്ടികൾക്ക് ഇതൊന്നും എഴുതാതെ നേരിട്ട് ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റും. വേഗത എത്രയാണ്? 8 km/മണിക്കൂർ. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതും ഒരു ഫാക്ടറാണ് ഇവിടുത്തെ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 കിലോമീറ്റർ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0.8. ഒക്കെ കിലോമീറ്ററിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 8 കിലോമീറ്റർ ഇങ്ങോട്ട് എഴുതണം നിർബന്ധമില്ല. അപ്പൊ നമ്മൾ 8 എന്ന് എഴുതി. അപ്പൊ 8 ഇൻറ്റു സമയം എത്രയാ? 6. എത്രയാ? 6 8 40. ഇവിടെ ഇതിന്റെ ഓപ്ഷനിലുണ്ട് 10ഉം 16 6.8 ഉണ്ട്. 48 അതില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ഉത്തരം തെറ്റാണ്. നമ്മുടെ ഉത്തരം തെറ്റാ നമ്മൾ ചെയ്തത്. അപ്പൊ എവിടെയാ തെറ്റിയതുള്ളത് നമ്മളൊന്ന് നോക്കുക. എവിടെയാ തെറ്റിയേ? ഇവിടത്തെ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റുകളെല്ലാം സെയിം ആയിരിക്കണം. ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യൂണിറ്റ്സ് മസ്റ്റ് ബി യൂണിഫോം എന്നാണ് അതിന് പറയുക. ഇവിടെ km/മണിക്കൂർ ആണെങ്കിൽ ഇവിടെയും അതേ യൂണിറ്റ്. അതായത് തീവണ്ടിയുടെ ദൂരം സമയം ഇവിടെ 6 മിനിറ്റ് ആണെന്നാണ്. ഇവിടെ വേഗത മണിക്കൂറിലാണ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ 2 മണിക്കൂറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ 2 മിനിറ്റിലേക്ക് മാറ്റണം. പക്ഷെ ഇവിടെ ഉത്തരം കിലോമീറ്ററിലായതുകൊണ്ട് നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റേണ്ടി വരും. എന്താണ് അത്? വലിയ സംഭവമൊന്നുമല്ല. വേഗത 8 എന്ന് തന്നെ എഴുതി. സമയം 6 മിനിറ്റ് ആണ്. 6 മിനിറ്റ് നമുക്കറിയാം. എത്ര മിനിറ്റ് ആണ്? നമുക്ക് 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അല്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാലോ 1/60 മണിക്കൂർ.
മിനിറ്റ് എന്ന് പറഞ്ഞാലോ 6/60 മണിക്കൂർ. അതായത് മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. ഇവിടെ 6/60. മനസ്സിലായോ? 6 മിനിറ്റ് ആണ്. ആ മിനിറ്റിന് 60 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളത് മണിക്കൂറിലേക്കായിട്ട് മാറ്റി. കണ്ടോ? 6 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/60 മണിക്കൂറാണ്. ഇതിങ്ങനെ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് അറിയാത്തവർ മാത്രം ഇതിന്റെ തുടക്കത്തിൽ ഇത് പഠിച്ചു വെക്കുക. ഇതൊക്കെ പിന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ എല്ലാം ചെയ്ത് നോക്കി പോകുമ്പോൾ സമയം ഒരുപാട് എടുക്കും. ഇതൊരു പ്രോബ്ലം കാണുന്നു. ഇതുപോലത്തെ അടുത്ത പ്രോബ്ലം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കാതെ തന്നെ 6/60 1/10 നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരണം. ഇവിടെ 6 ഒരു പ്രാവശ്യം, ഇതില് 10 പ്രാവശ്യം 8/10 ഉണ്ടോ? 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പോയിന്റ് ഇടത്തോട്ട് നീങ്ങും. 0.8 കിലോമീറ്റർ ദൂരമാണ് ആ തീവണ്ടി സഞ്ചരിച്ചത്. ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ്. ഡി ഈസ് ദി റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. ചോദ്യങ്ങളൊന്നും ഈ പേപ്പറിലുള്ള 10 ചോദ്യവും അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ അതിൽ മനസ്സിലാവാത്ത പോർഷൻ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ആൻസർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ വീട്ടിൽ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറൊരു പേപ്പറുമായിട്ട് വേറെ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ